പോറ്റിയെ കേറ്റിയെ എന്ന പാട്ടിനെതിരെ DGPക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചു എന്ന് കാട്ടി തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് പരാതിക്കാരൻ. ഒരു പ്രതികരണമുണ്ട്, കേൾക്കാം. രാഷ്ട്രീയമായി CPM-നും LDF-നും തിരിച്ചടി നൽകിയ ശബരിമല വിഷയത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ട വരികളായിരുന്നു ഈ വരികൾ. പോറ്റിയെ കേറ്റിയെ എന്ന ആ ഗാനം, അതൊരു ഭക്തിഗാനത്തെ പാരഡി ഗാനമാക്കി മാറ്റിയത് അത് ശരിയായ നടപടി അല്ല. അത് ഭക്തിഗാനത്തെ വികലമാക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചത് എന്ന് പരാതി ഇപ്പോൾ വരികയാണ്. DGPക്കാണ് ഈ വിഷയത്തിലെ പരാതി. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പരാതിയായി നൽകുന്നത്. പരാതിക്കാരൻ അങ്ങനെ ഒരു പരാതിയാണ് ഇപ്പോൾ സംസ്ഥാന പോലീസിന് മുമ്പാകെ നൽകിയിരിക്കുന്നത്. CK അഭിലാൽ ചേരുന്നുണ്ട്. അഭിലാൽ, ഇതിൽ എന്ത് പ്രശ്നമാണ് ചൂണ്ടിക്കാട്ടുന്നത്? രാഷ്ട്രീയമായി കനത്ത തിരിച്ചടി ഈ പാട്ട്, ഈ വരികൾ വളരെ ഇമ്പമായിട്ട് ഇങ്ങനെ കാതുകളിൽ മുഴങ്ങുന്ന സാഹചര്യത്തിൽ നിയമ നടപടിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഈ പാട്ട് ഉപയോഗപ്പെട്ടു. ഇതിൻ്റെ ആക്ഷേപഹാസ്യവും അടിസ്ഥാനം എന്നുള്ളത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ ഈ ഭാഗത്ത് സ്വാമിയെ അയ്യപ്പ എന്ന ശരണമന്ത്രം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ പാരഡി ഗാനം തയ്യാറാക്കിയിട്ടുള്ളത്. പാരഡിയെ സ്വതവേ സ്വാഗതം ചെയ്യുന്നുവെങ്കിൽ പോലും സ്വാമി അയ്യപ്പോ എന്ന ശരണമന്ത്രം കൂടി ഉൾപ്പെടുത്തിയതോടുകൂടി അയ്യപ്പനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ഭക്തരെയും അവഹേളിക്കുന്ന തരത്തിലാണ് ഇത് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് പരാതിയുടെ ഉള്ളടക്കം. ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട ഈ പാട്ട് ഉപയോഗിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ഉള്ളത് എന്നുള്ള വിമർശനം കൂടി ഉൾക്കൊള്ളുന്നുണ്ട് ഈ പരാതിയിൽ. തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ ജനറൽ സെക്രട്ടറി പ്രസാദ് കുഴിക്കാലയാണ് വിഷയം ഉന്നയിച്ചുകൊണ്ട് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ഈ വിഷയത്തിൽ പരാതി വന്ന പശ്ചാത്തലത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും അത് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമാണ് എന്ന് CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാമും പ്രതികരിച്ചിട്ടുണ്ട്. ശരി അഭിലാൽ, ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം. അങ്ങനെ ഭക്തിഗാനത്തെ വ്രണപ്പെടുത്തിയോ എന്നടക്കമുള്ള പരിശോധനയിലേക്ക് DGPക്ക് പോലീസിന് പോകാനുള്ള അവസരം ലഭ്യമാവുകയാണ്. രാഷ്ട്രീയമായി ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ, ഇത്തരം ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുമ്പോൾ മറ്റേതെങ്കിലും ദുസൂചനകൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നടക്കം ഇനി നിയമപരമായി എല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് നിയമപരമായി തന്നെയാണ്. നിയമപരമായി ഒരു കേസെടുക്കാനുള്ള ഒരു ഇലമെന്റ് ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. പോലീസാണ് ചെയ്യേണ്ടത്. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.